ഹലോ. പിന്നെ ഇന്ന് വീട്ടിൽ നിന്നപ്പോൾ ഒരാഗ്രഹം, ഒന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചാൽ എന്തെന്നുള്ളൊരാഗ്രഹത്തിൽ അങ്ങ് ഇറങ്ങി. പിന്നെ നമ്മുടെ നാടിന് തൊട്ടടുത്തുള്ള സ്ഥലം തന്നെ അമ്പൂരി എന്ന് പറയും. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥലം വേറെ ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ് സംഭവം. പിന്നെ എൻ്റെ കൂടെ എന്നും ഉള്ളതുപോലെ മറ്റേ പയ്യനുണ്ട് കൂടെ. സൺസെറ്റ് ഉണ്ട്. ഒരു പയ്യൻ താണ്ട സൈക്കിളിൽ ചവിട്ടി പോകുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു രീതിയാണ്. നല്ല കിടിലൻ സ്ഥലം കേട്ടോ, എല്ലാവരും പറഞ്ഞു. നോക്കാം നമുക്ക്. അപ്പോൾ അടുത്ത ഒരു സ്ഥലത്തോട്ട് പോയിട്ട് നോക്കാം ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ. ഇതാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുള്ള അമ്പൂരി പാലം, പഴയ പാലം. ഇവിടെ നല്ല പ്രകൃതി ഭംഗിയാൽ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. എല്ലാവർക്കും ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടും. നല്ല തണുത്ത അന്തരീക്ഷമാണ്. ദൂരെ ഒരു മാമൻ മീൻ പിടിക്കുന്നതാണ് കേട്ടോ. സ്ഥലം കൊള്ളാം, നല്ല കോടയും സംഭവമൊക്കെ അടി. ഇതുവരെ വന്നത് നല്ലതായി അല്ലേ? സൂപ്പർ. മാമന്തോ അങ്ങെത്തി. എല്ലാരും പറഞ്ഞ കേട്ടാ. ഇവിടെ വലിയ ദൂരമൊന്നുമില്ല, നെടുമങ്ങാടുന്ന് വലിയ ദൂരമൊന്നുമില്ല. സിറ്റിന്ന് വരുമ്പോ നല്ല ദൂരം ഉണ്ടെന്നു. സിറ്റിന്ന് ദൂരമുണ്ട്. പക്ഷെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് നിന്നാലേ അല്ലേ, നല്ല ഇളം കാറ്റുണ്ട്. ഇളം കാറ്റും ഒരു പ്രത്യേക ചുമ്മാ നമ്മളിപ്പോ അത് തമാശ പറഞ്ഞല്ലേ, അതുകൊണ്ട് ആ മല ഉണ്ടോ, ആ മലയിന്ന് മൈൻഡ് ഉണ്ടല്ലോ, മൈൻഡ് റിഫ്രഷ് ആവും ഇവിടെ വന്ന കറക്റ്റ് ആയിട്ട്. അവിടെ ഒരു വീട് നോക്കടാ, അവര് എന്നും ഈ വ്യൂ ഉണ്ടായിരിക്കും അല്ലേ? ഈ വ്യൂ ഉണ്ട്. സ്വർഗം തന്നെ കേട്ടോ. ഇവിടെ ഉരുൾപൊട്ടലൊക്കെ വരാൻ സാധ്യത. അങ്ങനെയൊന്നുമില്ല. പോടാ, നല്ലൊരു സ്ഥലത്ത് വരുമ്പോ നീ എണ്ണക്കേട് പറയാം. ഉരുൾപൊട്ടൽ തന്നെയാണ്. അല്ലല്ല, നിന്നെ കാണിക്കണ്ടേ, നമ്മളെ പയ്യനാണ് കേട്ടാ. ശരി. പറയടേ, എന്തെങ്കിലും പറയാം. എനിക്ക് ഇവിടെ വന്നിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് സൈഡും വെള്ളം, ഇതിന്റെ നടുക്ക് നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നൈറ്റിൽ ഈ ചന്ദ്രൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിക് ഫീൽ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരാട്ടൊക്കെ ഇത്ര നാടൻ വഴി നനഞ്ഞു